പ്രാർത്ഥനാഗാനം മറീലിയ കത്തീഡ്രൽ ഗായക സംഘം നിർവഹിക്കുന്നു. എല്ലാവർക്കും ഇരിക്കും. 1929 പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമനസിന്റെ കാതോലിക്ക സ്ഥാനാരോഹണം നടന്നത് മറീലിയ കത്തീഡ്രൽ വെച്ചാണ്. 1934 മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ മണ്ണിൽ വെച്ചാണ്. മലങ്കര സഭയുടെ വിവിധ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നടന്ന മറീലിയ കത്തീഡ്രൽ മണ്ണിൽ തന്നെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമനസിന്റെ ചരമ സുവർണ ജൂബിലി സമാപന സമ്മേളനവും നടക്കുന്നു. ഈ സമ്മേളനത്തിന് സ്വാഗതം അർപ്പിക്കുവാൻ സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫിനെ സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ, റൈറ്റ് റവറൻഡ് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ജോസ് കെ മാണി എം പി, റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസ് അബ്രഹാം കോനാട്ട്, ശ്രീ വി എൻ വാസവൻ, ശ്രീ കെ ആർ ജി വാര്യർ, അഭിവന്യ ക്രിസോസ്റ്റമസ് തിരുമേനി, അഭിവന്യ നിക്കോദിമോസ് തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധികളെ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വർഷക്കാലമായി മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ജൂബിലി പരിപാടികൾ വളരെ വിജയകരമായി നടത്തുകയും ഇപ്പോൾ സമാപന സമ്മേളനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ്. നീണ്ട 52 വർഷക്കാലം മലങ്കര സഭയിൽ മെത്രാപ്പോലീത്തയായിരുന്ന, സുദീർഘമായ ഒരു കാലഘട്ടം മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരുന്ന, മലങ്കര സഭയെ നയിച്ച പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബായുടെ കാലഘട്ടം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച കാലമായിരുന്നു. മലങ്കര സഭയ്ക്ക് 1934 ഭരണഘടനയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഭാരതം സ്വതന്ത്രമാവുന്നതിന് മുമ്പേ ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുത്ത മലങ്കര സഭയുടെ ആ അഭിമാനമുള്ള ഭരണഘടന 1934 ഭരണഘടന രൂപം നൽകുന്നത് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബായാണ്.
അങ്ങനെ എല്ലാ തരത്തിലും നേട്ടങ്ങളുടെ കാലഘട്ടം നീണ്ട 52 വർഷക്കാലം മലങ്കര സഭയ്ക്ക് അനുഭവിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത് 51ാമത് ചരമ വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ചാണ്. ഈ സമ്മേളനം വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ്. തിരുമേനി ഒരു കാര്യം എപ്പോഴും അടുപ്പമുള്ളവരോട് പറയാറുണ്ട്. ചാരിറ്റി എന്ന് പറയുന്നത് ആരും അറിയാതെ ചെയ്യേണ്ട ഒന്നാണ്. ആരെങ്കിലും ചാരിറ്റി ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞാൽ പിന്നീട് അത് ചാരിറ്റി അല്ല എന്ന് പറയാറുണ്ട്. തിരുമേനിക്ക് കിട്ടുന്ന മുഴുവൻ പണവും പാവങ്ങൾക്കായി പലപ്പോഴും വീതിച്ചു നൽകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പൈസ പോലും കയ്യിൽ മിച്ചം വെക്കാതെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ പാവങ്ങൾക്കായി മാറ്റിവെക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കരങ്ങളിൽ മലങ്കര സഭ ശക്തമാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. നിങ്ങൾ ഏവരുടെയും പേരിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്ത ബഹുമാന്യനായ മുഖ്യമന്ത്രി, സഭയ്ക്ക് അങ്ങയോട് ഈ തരുണത്തിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം മന്നം ജയന്തിയോടനുബന്ധിച്ച് അവധി നൽകിയ ജനുവരി 2-ന് അവധി നൽകി പൊതു അവധിയായി പ്രഖ്യാപിച്ചു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഗീവർഗീസ് ബാവായുടെ ചരമദിനത്തോടനുബന്ധിച്ചായതിനാൽ ഓർമ്മ പെരുന്നാൾ നടത്തുന്നതിന് വളരെ അനുഗ്രഹകരമായി തീർന്നു ആ പൊതു അവധി. അങ്ങയോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. മലങ്കര സഭയുടെ ഒരു മെത്രാപ്പോലീത്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന തിരുമേനിയാണ് അഭിവന്ദനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ. സഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ ഓടിയെത്തുകയും സഭയ്ക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. മലങ്കര സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട തിരുമേനിയാണ് റൈറ്റ് റവറൻഡ് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തിരുമേനി. തിരുമേനി പരിശുദ്ധ ബാവ തിരുമേനിയുമായി നല്ല ആത്മബന്ധം പുലർത്തുന്ന തിരുമേനിയാണ്. തിരുമേനി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. റൈറ്റ് റവറൻഡ് തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏത് വകുപ്പുകൾ കൈകാര്യം ചെയ്താലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തി വളരെ വിജയകരമായി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകൾ കോട്ടയത്തിന്റെ MLA കൂടിയാണ്. അടൂരിന്റെ MLA ആയിരുന്നപ്പോഴും സഭയുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ നാടിന്റെ ബഹുമാന്യനായ MP ശ്രീ ജോസ് കെ മാണി അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബഹുമാന്യനായ വൈദിക ട്രസ്റ്റി റവറൻഡ് ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാടിന്റെ മുൻ MLAയും ഇപ്പോൾ റെഡ്കോയുടെ ചെയർമാനുമായിരിക്കുന്ന ശ്രീ VN വാസവൻ സഭയുമായി നല്ല ബന്ധമുള്ളയാളാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. കോട്ടയം നഗരസഭയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റിരിക്കുന്ന ശ്രീ KRG വാര്യർ അവറുകൾ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങേ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ തിരുമേനിമാർ, മലങ്കര സഭയുടെ നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദനായ ക്രിസോസ്റ്റമസ് തിരുമേനി, അതുപോലെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദനായ ജോഷമാരി നിക്കോദിമസ് തിരുമേനിയെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് ബഹുമാന്യനായ ജോൺ ശങ്കരത്തിൽ അച്ഛനാണ്. അച്ഛന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 വർഷമായി നല്ല നല്ല പരിപാടികൾ ഈ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിവരികയാണ്. അച്ഛന്റെ പള്ളിയിൽ വെച്ചായിരുന്നു, അച്ഛൻ ചുമതല വഹിക്കുന്ന കുറിച്ചി പള്ളിയിൽ വെച്ചായിരുന്നു ഈ സമ്മേളനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ചത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളായിരുന്നു. അച്ഛന്റെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോൺ ശങ്കരത്തിൽ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ
ഈ പരിപാടികളുടെ കൺവീനറായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ എ കെ ജോസഫ് അവറുകൾ സന്നിഹിതനാണ്. വളരെ നല്ല നിലയിൽ ഈ പരിപാടികളൊക്കെ ക്രമീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ശ്രീ എ കെ ജോസഫ് അവറുകൾ ഇന്ന് ഈ സമ്മേളനത്തിൽ പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ജീവചരിത്ര സംഗ്രഹം നടത്തുന്നുണ്ട്. ശ്രീ എ കെ ജോസഫ് അവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ, വന്യറമ്പാച്ചന്മാർ, ആഗതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ ഏരിയ കത്തീഡ്രലിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ മോഹൻ ജോസഫ് അച്ഛൻ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അച്ഛനെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫിനോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമനസിന്റെ ചരമജുവർണ്ണ ജൂബിലി യഥാവിധി ആഘോഷിക്കുവാൻ അധികം പരിശ്രമിച്ച ജൂബിലി കൺവീനർ ബഹുമാനപ്പെട്ട എ കെ ജോസഫ് പരിശുദ്ധ ഗീവർഗീസ് ബാവയുടെ ജീവചരിത്ര സംഗ്രഹം അവതരിപ്പിക്കുന്നു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക ബാബ തിരുമേനി, കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രിയും മലങ്കര സഭയുടെ അഭിമാനവുമായ ശ്രീ ഉമ്മൻചാണ്ടി, ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ ജോസഫ് പൗവത്തിൽ, CSI ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ, ബഹുമാനപ്പെട്ട വനം ഗതാഗത വകുപ്പ് മന്ത്രിയും കോട്ടയത്തിന്റെ ജനനായകനുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയം MP ശ്രീ ജോസ് കെ മാണി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനാധിപൻ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ശ്രീ KRG വാര്യർ, കോട്ടയത്തിന്റെ മുൻ MLA-യും റബ്കോ ചെയർമാനുമായ ശ്രീ VN വാസവൻ, സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അഭിമന്യ തിരുമേനിമാർ, കോറപ്പിസ്കോപ്പമാർ, റമ്പാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മലങ്കര സഭയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭാംഗങ്ങളെ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര സഭയെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്വത്തിന്റെയും രാജപാതയിലേക്ക് ആനയിച്ച പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലി, ആ മഹത് ജീവിതത്തിന്റെ പവിത്ര സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ ചരിത്രഭൂമിയിൽ നാം ആഘോഷിക്കുകയാണല്ലോ. ഈ ധന്യ നിമിഷങ്ങളിൽ 3.5 പതിറ്റാണ്ട് മലങ്കര സഭയ്ക്ക് ഉജ്ജ്വല നേതൃത്വം നൽകിയ പരിശുദ്ധ ഗീവർഗീസ് ബാവയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ കുറിച്ചി കല്ലാശ്ശേരി തറവാട്ടിൽ ഉലഹന്നാന്റെയും ആച്ചിയമ്മയുടെ പുത്രനായ 1874 ജൂൺ 16 ജനിച്ച പുന്നൂസ് എന്ന ബാലൻ ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിലെ വിശ്വസ്ത കാര്യവിചാരകനായി മലങ്കര സഭയുടെ തൃതീയ കാതോലിക്കായി രൂപാന്തരപ്പെട്ടതിന് പിന്നിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു നിയോഗത്തിന്റെ ഒരു സ്പർശമുണ്ട്. ഗീവർഗീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന നാമം. കഠിനമായ രോഗബാധകൾ അലട്ടിയ ബാല്യകാലവും മരണത്തെ മുഖാമുഖം കൊണ്ട സന്ദർഭങ്ങളും ദൈവ വഴികളിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് പ്രകാശമായി. പള്ളത്ത് ആര്യാട്ടുപറമ്പിൽ ഉലകന്നാനാശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശിഷ്യനായി വൈദിക പഠനത്തിന് തുടക്കം കുറിച്ചു. ഗുരുവായ പരിമല തിരുമേനിയുടെ സാന്നിധ്യം ശിഷ്യനായ പൊന്നൂസിന്റെ ആധ്യാത്മിക ജീവിതത്തെ പ്രോജ്വലിപ്പിച്ചു. ഗുരു ശിഷ്യന് പകർന്നു നൽകിയത് വൈദിക ശുശ്രൂഷയുടെ പാഠങ്ങൾ മാത്രമായിരുന്നില്ല, ദൈവാനുഭവത്തിന്റെ അപൂർവ ചാരുത കൂടിയായിരുന്നു എന്നത് പിൽക്കാല ചരിത്രം. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠനം പൂർത്തിയാക്കിയ പൊന്നൂസ് കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയൻ അഭിമന്യ പൗലൂസ് മാർ അത്താനാസിയോസ് തിരുമേനിയിൽ നിന്ന് 1892 ഏപ്രിൽ 24 കുറിച്ചി വലിയ പള്ളിയിൽ വെച്ച് ശമ്മാശുവട്ടം സ്വീകരിച്ചു. വീണ്ടും പരിമല സെമിനാരിയിലെത്തിയ പൊന്നൂസ് ശമ്മാശൻ ഗുരുവിനെ പോലെ പ്രാർത്ഥനയും ഉപവാസവും വ്രതമായി സ്വീകരിച്ചു. സുറിയാനി ഭാഷയും വേദശാസ്ത്ര പഠനത്തിനും ഇക്കാലയളവിൽ അദ്ദേഹം ഏറെ സമയം ചെലവഴിച്ചു. 1898 നവംബർ 26 പരിശുദ്ധ പരിമല തിരുമേനി തന്നെ കശീശ സ്ഥാനവും 3 ദിവസത്തിന് ശേഷം റംബാ സ്ഥാനവും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നിർദ്ദേശാനുസരണം കടമ്പനാട് ദേറായിൽ താമസിച്ചുകൊണ്ട്
തെക്കൻ ഭദ്രാസനങ്ങളുടെ ഭരണകാര്യങ്ങൾ വ്യാപൃതനായ പുന്നൂസ് റമ്പാച്ചലിൽ ഗുരു തനിക്ക് അനുയോജ്യനായ പിൻഗാമിയെ ദർശിച്ചത് തികച്ചും സ്വാഭാവികം. ഇതിനിടെ അദ്ദേഹം പഴയ സെമിനാരിയിൽ സുറിയാനി മൽപ്പാനായും നിയോഗിക്കപ്പെട്ടു. സുറിയാനി ഭാഷയുടെയും സാഹിത്യത്തിന്റെയും അമര രഹസ്യങ്ങളിലേക്ക് കടന്നു വരുവാൻ ഈ കാലഘട്ടം പുന്നൂസ് റമ്പാനെ സഹായിച്ചു. അതിന്റെ സൽഫലമായിരുന്നു സഹദേന്മാരുടെ ചരിത്രം, മാർ യൂഹാനോൻ മദ്ദാന പരദീസ, രഹസ്യ പ്രാർത്ഥനകൾ എന്നീ പ്രൗഢഗ്രന്ഥങ്ങൾ. ഗുരുനാഥനായ പരുമല തിരുമേനി രോഗബാധിതനായപ്പോൾ തന്റെ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് പരുമലയിൽ റമ്പാച്ചൻ താമസം ആരംഭിച്ചു. 1902 നവംബർ 1-ാം തീയതി മലങ്കര സഭയുടെ പ്രകാശ നക്ഷത്രമായിരുന്ന പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തതിനെ തുടർന്ന് പരുമല സെമിനാരി മാനേജരായി പുന്നൂസ് റമ്പാച്ചൻ നിയോഗിക്കപ്പെട്ടു. പരുമല സെമിനാരി തുടങ്ങി വെച്ച പരുമല പള്ളിയുടെയും സെമിനാരിയുടെയും പണികൾ പൂർത്തീകരിച്ചത് പുന്നൂസ് റമ്പാച്ചനായിരുന്നു. 1908 അവിടെ വിശുദ്ധ സന്താന സന്ദർശനം പുന്നൂസ് റമ്പാച്ചന്റെ അറിവിന്റെ ചക്രവാളത്തെ വികസിപ്പിച്ചു. 1910 മലങ്കരയിലെത്തിയ അബ്ദുള്ള പാത്രിയർക്ക് സഭയുടെ ആത്മീയവും ഭൗതികവും ലൗകികവുമായ അധികാരത്തിന് വേണ്ടി നടത്തിയ ശ്രമം സഭാന്തരീക്ഷത്തെ കലുഷിതമാക്കി. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ അടിയറ വയ്ക്കുവാൻ വിസമ്മതിച്ച വട്ടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കിയത് സഭയുടെ പിളർപ്പിന് കാരണമായി. പാത്രിയർക്കീസിന്റെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ പുന്നൂസ് റമ്പാച്ചനെ മലങ്കര മെത്രാപ്പോലിത്ത ആക്കാമെന്ന് അബ്ദുള്ള പാത്രിയർക്കീസ് വാഗ്ദാനം ചെയ്തുവെങ്കിലും സത്യത്തെ നിരസിച്ചുകൊണ്ടും സഭയെ വഞ്ചിച്ചുകൊണ്ടും ഒരു സ്ഥാനവും തനിക്ക് ആവശ്യമില്ലെന്ന് അചഞ്ചലമായി പുന്നൂസ് റമ്പാച്ചൻ പ്രഖ്യാപിച്ചു. നിലപാടുകളിലെ ദൃഢതയും സഭയോടുള്ള വിശ്വസ്തതയും ജീവിത അന്ത്യം വരെ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ജീവിത അനുഭവങ്ങൾ തന്നെയായിരുന്നുവെന്ന് പിൽക്കാല ചരിത്രം സാക്ഷിക്കുന്നു. 1912 സെപ്റ്റംബർ 10 ഗീവർഗീസ് മാർ ഗീഗോറിയോസ് എന്ന സ്ഥാനനാമത്തോടെ അദ്ദേഹം മെത്രാസ്ഥാനം സ്വീകരിച്ചു. തുമ്പവൻ, കൊല്ലം, നിരണം എന്നീ ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്തയായി നിയമിതനായ അദ്ദേഹം തെക്കൻ ഭദ്രാസനങ്ങളെ സഭയുടെ ശക്തി ദുർഗമാക്കി മാറ്റുവാൻ അക്ഷീണ യത്നം നടത്തി. 1914 കുണ്ടറയിൽ 3.5 ഏക്കർ സ്ഥലം വാങ്ങി ഭദ്രാസന പ്രവർത്തനങ്ങൾ സജീവമാക്കി അഭിമന്യ തിരുമേനി നിരവധി ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ജനങ്ങളുടെ ഭൗതിക ലൗകിക ജീവിത വളർച്ചയ്ക്ക് വിദ്യാലയങ്ങൾ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം തന്റെ ഗുരുവായ വട്ടശ്ശേരി തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിച്ചതാണ് ഇന്ന് മലങ്കര സഭയുടെ അഭിമാനമായി പരിലസിക്കുന്ന കുണ്ടറ MGDM ഹയർ സെക്കൻഡറി സ്കൂൾ. മലങ്കര സഭയുടെ ദ്വിതീയ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാബ കാലം ചെയ്തതിനെ തുടർന്ന് പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തിലെ 86-ാം കാതോലിക്കായി മലങ്കര സിനോദോസിനാൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് എന്ന പേരിൽ അദ്ദേഹം അഭിഷിക്തനായി. അഭിമന്യരായ ബദനിയുടെ മാർ ഗീഗോറിയോസ്, പാമ്പാടി മാർ ഗീഗോറിയോസ്, യാക്കോബ് മാർ തെയോഫീലോസ്, പുത്തൻകാവിൽ മാർ പീലക്സീനോസ്, അലക്സിയോർ മാർ തേവോദോസിയോസ്, ദാനിയേൽ മാർ പീലക്സീനോസ്, മാത്തീസ് മാർ ഈവാനിയോസ്, മാത്തീസ് മാർ അത്താനാസിയോസ്, മാത്തീസ് മാർ കൂറിയലോസ് എന്നീ പിതാക്കന്മാരെ വാഴിച്ചത് സഭയുടെ ത്വരിത വളർച്ചയ്ക്ക് കാരണമായി. തിരുവിതാംകൂറിലെത്തിയ ഇന്ത്യൻ വൈസ്രോയി ഇന്ത്യൻ പ്രഭുവിനെയും പത്നിയെയും സന്ദർശിച്ചതും അദ്ദേഹം തിരുവനന്തപുരം പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബാബാ തിരുമേനി അർപ്പിച്ച കുർബാനയിൽ പ്രഭുവും ഭക്തിയും പങ്കുകൊണ്ടതും സഭയ്ക്ക് അഭിമാന നിമിഷങ്ങളായിരുന്നു. 1931 ഏപ്രിൽ 20 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് മലങ്കര മെത്രാപ്പോലിത്തായുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ മൂറോം കൂദാശ നടത്തിയത് സഭാചരിത്രത്തിലെ ഒരു സുവർണ രേഖയാണ്. മലങ്കര സഭാവാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി 1934 ഫെബ്രുവരി 23 കാലം ചെയ്തതിനെ തുടർന്ന് 1934 ഡിസംബർ 28-ാം തീയതി ഈ മാർ ഏലിയ കത്തീഡ്രൽ അങ്കണത്തിൽ ചേർന്ന മലങ്കര അസോസിയേഷനിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസിനെ മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുക്കുകയും സഭയ്ക്ക് ഒരു ഭരണഘടന പാസാക്കുകയും ചെയ്തു. സഭാചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മണ്ണിൽ നടന്ന അസോസിയേഷൻ എന്നത് ഈ സമ്മേളനത്തിന്റെ ചരിത്ര ശോഭ വർദ്ധിപ്പിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി എഡിൻബറോ, പാരീസ്, അലക്സാന്ദ്രിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ സന്ദർശനങ്ങൾ ഈ പുരാതന സഭയുടെ കീർത്തി ലോകം മുഴുവൻ പരക്കുവാൻ കാരണമായി എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. 1947 നവംബർ 2 ചേർന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് പരിശുദ്ധ പരുമല തിരുമേനിയെയും
കോതമംഗലത്ത് കബറടങ്ങിയ എൽദോമാർ ബസേലിയോസ് ബാവായെയും പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു. മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഇതംപ്രദമായ ഒരു വിശുദ്ധ പ്രഖ്യാപനമായിരുന്നു ഇത്. പത്തനംതിട്ടയിൽ സഭയുടെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ പ്രതിഫലനമാണ്. 1951 ഹൈക്കോടതിയിൽ സമുദായ കേസ് പരാജയപ്പെട്ടപ്പോൾ ചഞ്ചലപ്പെടാതെ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തിയ രണ്ടാം കൂരൻ കുരിശ് സത്യം ഇന്നും പലരുടെയും ഹൃദയങ്ങളിലുണ്ട്. ആ പരാജയത്തിൽ നിന്ന് ലഭിച്ച ക്രിയാത്മകമായ ഊർജമായിരുന്നു ഇന്ന് സഭയുടെ അഭിമാനമായി പരിരസിക്കുന്ന ദേവലോകം കാതോലിക്കെ തരമന. പരിശുദ്ധ ഗീവർഗീസ് ബാവായുടെ പ്രാർത്ഥനാ ജീവിതവും ജനഹൃദയങ്ങളിലേക്കുള്ള സ്ഥാനവും മാത്രമായിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്തിനും അടിവരയിട്ടുകൊണ്ട് 1958 സെപ്റ്റംബർ 12 സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ അദ്ദേഹം പുറപ്പെടുവിച്ച കൽപ്പനയുടെ പ്രസക്തമായ ഭാഗം ഇതാണ്: ഈ കേസിന്റെ വിജയം സത്യത്തിന്റെ വിജയമാണ്. എന്നാൽ ഈ വിജയം അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഭിന്നിച്ച് നിൽക്കുന്നവർ യോജിക്കുന്നതിലാണ്. നാം ഒരേ അസ്ഥിയും ഒരേ മാംസവുമാണ്. ഒരേ മനസ്സുണ്ടായാൽ മാത്രം മതി. സഭയുടെ യോജിപ്പിലാണ് വിജയം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന ക്രിസ്തു വചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് 1958 ഡിസംബർ 16 മലങ്കര സഭയിൽ സമാധാനം സംജാതമായപ്പോൾ സഭയ്ക്ക് അതൊരു പുതിയ യുഗപുലരിയായിരുന്നു. ഈ മഹാസംഭവത്തിന് കാലം കരുതി വെച്ച മഹർഷീശ്വരനായിരുന്നു പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവ. 1962 നിരണത്ത് ചേർന്ന മലങ്കര അസോസിയേഷൻ പിൻഗാമിയായി അഭിമന്യ ഔഗേൻ മാർ തീമോത്തിയോസ് തിരുമേനിയെ തിരഞ്ഞെടുത്തപ്പോൾ സഭാ ഭരണ സംവിധാനത്തിൽ പുതിയ ഒരു കീഴ്വഴക്കത്തിന് തുടക്കമായി. 1962 ഡൽഹിയിൽ സമ്മേളിച്ച അഖില ലോക സഭാപിതാക്കന്മാർ കോട്ടയത്ത് ദേവലോകത്തെത്തി പരിശുദ്ധ ബാവാ തിരുമേനിയെ സന്ദർശിച്ചത് ലോകസഭാ നേതൃത്വം പരിശുദ്ധ ബാവായ്ക്ക് നൽകിയ ആദരവിന്റെ നിദർശനമാണ്. 1964 ജനുവരി 3 ജീവന്റെ അപാരതകളിലേക്ക് യാത്രയാവുകയും പിറ്റേ ദിവസം ദേവലോകം കാതോലിക്കെ തരമനയിൽ കബറടക്കപ്പെടുകയും ചെയ്ത പരിശുദ്ധനും ഭാഗ്യവാനുമായ ഗീവർഗീസ് ബാവായെ കുറിച്ച് പ്രശസ്ത സഭാ ചരിത്ര പണ്ഡിതനായ ഡോക്ടർ ശാമുവേൽ ചങ്ങനപ്പള്ളി എഴുതിയ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മലങ്കര സഭയുടെ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ കൂട്ടിയിണക്കിയ സുവർണ ശൃംഖലയായിരുന്നു മാർ ബസേലിയോസ് ഗീവർഗീസ്. ആ ഘനഗംഭീര ധ്വനിയും പ്രോജ്വല ശാന്ത മുഖപ്രഭയും ആ ധീരതയും ഉദാരതയും ആ വ്രതനിഷ്ഠയും ആർദ്രതയും ആരാധക ഹൃദയങ്ങളിൽ ആ ചന്ദ്രതാരം എന്നും നിലനിൽക്കും. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനിസുകൊണ്ട് 1929 മുതൽ 1964 വരെ 35 വർഷം മലങ്കര സഭയിൽ കാതോലിക്ക സിംഹാസനത്തിൽ വാണരുളി. 1934 മുതൽ 1964 വരെ മലങ്കര മെത്രാപ്പൊലീത്തയായി മലങ്കര സഭയെ ശുശ്രൂഷിച്ചു. പരിശുദ്ധ തിരുമേനിയുടെ ബഹുമുഖ പ്രതിഭ എല്ലാ അർത്ഥതലത്തിലും അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട AK ജോസഫ് ഈ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ കൺവീനറാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ ആദരപൂർവം ഈ ചരിത്ര നിമിഷത്തിൽ ആദരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവാ തിരുമനസിനോട് അപേക്ഷിക്കുന്നു. അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ തിരുമേനി ഉൾപ്പെടെയുള്ള സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവറുകൾ, പ്രിയ ജോസ് കെ മാണി, പ്രിയ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, ശ്രീ VN വാസവൻ, ശ്രീ KRG വാര്യർ, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ശ്രീ AK ജോസഫ്, മറ്റ് അധ്യക്ഷവേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരീ സഹോദരങ്ങളെ,
പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനിയുടെ സുവർണ ചരമ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനമാണല്ലോ ഇത്. ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗം ഇവിടെ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരുമ്പെടുന്നില്ല. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തിന് യാത്ര തുടങ്ങേണ്ടതുണ്ട് എന്ന് നല്ലതുപോലെ എനിക്കറിയാം. ഉദ്ഘാടനം ചെയ്തിട്ട് മതി അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അധ്യക്ഷ പ്രസംഗം ഇവിടെ നടത്തുന്നതും അത് ഹ്രസ്വമാക്കുന്നതും. പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനിയെക്കുറിച്ച് വാക്കുകളിൽ ഏതെല്ലാം വിധത്തിൽ അവതരിപ്പിച്ചാലും വർണ്ണിച്ചാലും അതൊന്നും അധികമല്ല എന്നുള്ള കാര്യം അനുഭവസ്ഥർക്കും വായിച്ചറിഞ്ഞവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒറ്റക്കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ദേവലോകം എന്ന് ദേവലോകത്തെ നാമകരണം ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറായത് അവിടെ വാണരുളുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി എന്ന ആ മഹർഷിയുടെ താപസൻ്റെ സാന്നിധ്യം മാത്രമാണ്. അതിനു മുൻപ് അതിൻ്റെ നാമം മുട്ടമ്പലം എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴും മുട്ടമ്പലം എന്ന് പറയുന്നതായിരിക്കും പഴയ ആളുകൾക്ക് തിരിച്ചറിയാൻ എളുപ്പമെങ്കിലും ദേവലോകത്തിനും പിൻകോഡ് നമ്പറും അതിൻ്റേതായ അസ്തിത്വവും കൈവന്നിട്ടുണ്ട്. ദേവന്മാരുടെ ലോകം, ദേവന്മാരുടെ ദേവൻ തന്നെയാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി. അദ്ദേഹം ദീർഘ വർഷങ്ങൾ ഒരു മെത്രാപ്പോലീത്ത എന്ന നിലയിലും 35 വർഷത്തോളം കാതോലിക്ക എന്ന നിലയിലും ഏകദേശം 29 വർഷത്തോളം മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിലും ഒക്കെ സഭയ്ക്ക് നൽകിയ നേതൃത്വം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദൈവ മനുഷ്യൻ്റെ സാന്നിധ്യമാണ് ഭൂമിയിൽ സാധാരണക്കാരൻ തിരിച്ചറിഞ്ഞത്. ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ ഒരു സഭയുടെയോ മേലധ്യക്ഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ദേശത്തിൻ്റെ, ലോകത്തിൻ്റെ, സമൂഹത്തിൻ്റെ മുഴുവൻ ആദരവ് പിടിച്ചുപറ്റി അദ്ദേഹം ആ സിംഹാസനത്തിൽ നിന്ന് വാണരുളി. 1958 സഭയിൽ സമാധാനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശാല ഹൃദയം എന്തായിരുന്നുവെന്ന് അന്നത്തെ വിശ്വാസികളുടെ സമൂഹവും അതുപോലെ തന്നെ ഇരുപക്ഷത്തുണ്ടായിരുന്ന പിതാക്കന്മാരും ഒക്കെ തിരിച്ചറിഞ്ഞതാണ്. ഒരു ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവമായി ഇടപഴകുകയും ചെയ്ത ഒരു താപസൻ, ഒരു ദേവൻ, ഒരു പരിശുദ്ധൻ. ആ വാക്കുകൾക്കൊന്നും കടം വാങ്ങി പറയേണ്ട വാക്കുകളല്ല എന്നുള്ളത് ഒരു 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. തീർച്ചയായും ആ പരിശുദ്ധൻ്റെ ചരമ ജൂബിലി ആഘോഷം അത് ഭൗതികമായി എത്ര തന്നെ അതിനെ പൊലിമ ഉണ്ടാകുന്ന നമ്മൾ വരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ അന്നും ഇന്നും അദ്ദേഹം വളരെ ഉന്നത ശീർഷനായി ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പിതാവ് എന്ന നിലയിലും ഒരു താപസൻ എന്ന നിലയിലും ഒരു ഇടയൻ എന്ന നിലയിലും എല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ ഭാരതത്തിലും എല്ലാം അദ്ദേഹത്തിൻ്റെ ശോഭ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും ആ ശോഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധൻ്റെ പ്രാർത്ഥന നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധ സഭയെ ഇന്നും മാർഗദർശനം നൽകുവാൻ തക്കവണ്ണം, വഴികാട്ടിയായിരിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മികമായ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. അത് മലങ്കര സഭയ്ക്ക് ഏറ്റവും വലിയ ഒരു വിശിഷ്ടമായ സമ്പത്തും ഒരു ആശ്വാസവും സമാധാനവുമാണ്. ഓരോ നിർണായക ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ തിരുവായ്മൊഴിയായി ലഭിച്ചിട്ടുള്ള അനേകം സൂക്തങ്ങളുണ്ട്, ആപ്തവാക്യങ്ങളുണ്ട്. അതൊക്കെ ശ്രീ AK ജോസഫ് അല്പം ഒക്കെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. കൂടുതൽ ഒന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത പരിശുദ്ധ സഭയ്ക്കും ലോകത്തിനും സമൂഹത്തിനും ഒക്കെ ഒരു വലിയ
സഹായകരമാകട്ടെ, ദൈവാനുഗ്രഹം ലഭിക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. കാതോലിക്ക സിംഹാസനത്തിനും മലങ്കര മെത്രാപ്പോലീത്ത പദവിക്കും വഴികാട്ടിയും മാർഗദർശിയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ആദരപൂർവ്വം സ്മരിച്ച നിമിഷം ആ വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. കർമ്മനിരതയുടെ നടുവിലും സമയത്തിൻ്റെ വില പാഴാക്കാതെ ഈ സമ്മേളനത്തിൽ സമയം കണ്ടെത്തിയ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മലങ്കര സഭയുടെ അഭിമാനമാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ തിരുമേനി, അഭിവന്ദ്യനായ റൈറ്റ് റവറൻ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തിരുമേനി, മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ജോസ് കെ മാണി MP, വൈദിക ട്രസ്റ്റി റവറൻ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, ശ്രീ VN വാസവൻ, ശ്രീ KRG വാര്യർ, സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ശ്രീ AK ജോസഫ്, റവറൻ ഫാദർ ജോൺ ശങ്കരത്തിൽ, അഭിമന്യ തിരുമേനിമാരെ, ബഹുമാന്യരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ 50 വർഷം ചരമ വാർഷികം ഒരു വർഷക്കാലത്തെ പരിപാടികളോടുകൂടി മലങ്കര സഭ നടത്തി. 51ാം ചരമ ദിനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ അനുസരിച്ച് ഇന്നത്തെ പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനം പരിശുദ്ധ ബാവ തിരുമേനിയുടെയും നിങ്ങളുടെയെല്ലാം അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം അറിയിക്കുകയാണ്. ഈ ഒരു വർഷക്കാലം നീണ്ട ഈ പരിപാടിയിൽ എനിക്ക് പല പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഞാൻ ഓർക്കുകയാണ്. മലങ്കര സഭയ്ക്ക് എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു നാമധേയമാണ് കുറിച്ചി ബാവ എന്നറിയപ്പെടുന്ന പരിശുദ്ധ
ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമേനി. എനിക്ക് ബാബ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പ്രധാനമായി എൻ്റെ മനസ്സിൽ എത്തുന്ന ഒന്ന്, എൻ്റെ മാതാപിതാക്കളോടൊപ്പം പഴയ അരമനയിൽ ചെല്ലുന്ന സമയത്ത് തിരുമേനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവുമാണ്. രണ്ടാമത്, അന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. രണ്ടാമത്, എനിക്ക് ബാബ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന ഓർമ്മ ഒരു വലിയ ജാഥയായിട്ട് അടൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വന്ന ജാഥ. അന്നൊക്കെ കാറുകളൊക്കെ വളരെ പരിമിതമാണ്. ഇന്നത്തെ പോലെ ഒന്നും കാറുകളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അന്ന് ഏതാണ്ട് 600-ൽ പരം അകമ്പടിയോട് കൂടിയിട്ടുള്ള ബാബ തിരുമേനിയുടെ തിരുമേനിയെ വരവേറ്റുകൊണ്ടുള്ള കോട്ടയത്തേക്കുള്ള ജാഥ എനിക്ക് കാണാൻ സാധിച്ചത് അന്നത്തെ ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയായിരുന്നു. ബാബ തിരുമേനിയാണ് ഈ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ, മലങ്കര സഭയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം നേതൃത്വം നൽകിയ ഒരു കാതോലിക്ക ബാബ തിരുമേനി. 35 വർഷക്കാലം. അതും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടം. കാറും കോളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. പക്ഷേ ബാബ തിരുമേനി അതിനെയെല്ലാം പ്രാർത്ഥന കൊണ്ടും ദിവ്യമായ ജീവിത ശൈലി കൊണ്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഈ സഭയ്ക്ക് ഒരാത്മവിശ്വാസം നൽകി മുമ്പോട്ട് സഭയെ നയിച്ചു. മലങ്കര സഭയ്ക്ക് എന്നും ഏറ്റവും വലിയൊരു സമ്പത്താണ് കുറിച്ചി ബാബ തിരുമേനി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തിരുമേനിയുടെ ഈ ചരമവാർഷികം ഒരു വർഷക്കാലം അത് ആചരിക്കാനും ആ ഓർമ്മയുടെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങൾ അതേറ്റവും അഭിനന്ദനീയമായിട്ടുള്ള ഒന്നാണ്. പരിശുദ്ധ ബാബ തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മ, കുറിച്ചി ബാബ തിരുമേനിയെക്കുറിച്ചുള്ള ഓർമ്മ സഭയ്ക്കെന്നും പ്രചോദനം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരത്തിൽ ആ ദിവ്യ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമേനി മലങ്കര സഭയുടെ സമ്പത്തുകളിൽ ഏറ്റവും വലുതാണ് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് മുൻപിൽ നന്ദിയും സ്നേഹാദരവുകളും അർപ്പിക്കുന്നു. സമയ ക്രമീകരണങ്ങളുടെ തീവ്രമായ പരിമിതിയുടെ നടുവിലും സമയം കണ്ടെത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അങ്ങയോടുള്ള മലങ്കര സഭയുടെ എല്ലാ നന്ദിയും ആദരവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അഭിവന്യ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പൗവത്തിൽ തിരുമേനി മലങ്കര സഭയ്ക്കെന്നും ആദരണീയനായ വ്യക്തിയാണ്. കേരളത്തിൻ്റെ സാമൂഹിക മത മേഖലകളിൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തലിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അഭിവന്യ ഉമ്മൻ തിരുമേനി, വേദിയിലിരിക്കുന്ന മറ്റ് അഭിവന്യ തിരുമേനിമാരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ബഹുമാന്യനായ മുഖ്യമന്ത്രിയെപ്പോലെ എനിക്ക് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബ തിരുമേനിയുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കില്ല. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ആധുനിക മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശില്പിയായിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക. ഈ സഭയുടെ ആധുനിക കാലത്തെ വലിയ പ്രശ്നങ്ങളെ ധീരതയോടെ നേരിട്ടുകൊണ്ട് ശരിയായ അടിത്തറ പാകിയ വ്യക്തി.
പരിശുദ്ധ ബാവാ തിരുമേനി പറഞ്ഞതുപോലെ ഇതിൻ്റെ സഭാ കേന്ദ്രത്തിൻ്റെ നിർമ്മിതി, ഭരണഘടനയുടെ രൂപീകരണം, അതുപോലെ തന്നെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള നീക്കങ്ങൾ നടത്തിയ ആൾ, സർവോപരി അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വിശേഷിച്ചതുപോലെ മഹർഷി വര്യൻ എന്നുള്ള നിലയിലെല്ലാം നമുക്ക് ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു അഭിവന്യ ബാവാ തിരുമേനി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മറ്റാർക്കും സാധിക്കാത്ത രീതിയിൽ വലിയ പരാജയത്തിൻ്റെ മുൻപിലും കുലുങ്ങാതെ വലിയ ധീരതയോടെ ഒരു സഭയെ നയിച്ച ആ ഒരു കാര്യം നമ്മളിന്നും കൃത്യതയോടെ ഓർമ്മിക്കേണ്ടതാണ്. ഒരു സഭയുടെ സുസ്ഥിതി മറ്റു സഭകൾക്കും സന്തോഷവും ആശ്വാസവും പകരുന്നതാണ്. സഭകളുടെ ശൈഥില്യം ഒരിക്കലും മറ്റു സഭകൾക്കും അംഗീകരിക്കുവാൻ പ്രയാസമുണ്ട്. അപ്പം അങ്ങനെ സഭയിലെ സമാധാനം ഒരു വിധത്തിൽ സ്ഥാപിക്കുവാനും അതിനെ മുൻപോട്ട് നയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചതിൽ എല്ലാവർക്കും സന്തോഷിക്കുവാൻ കാരണമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം സഭയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. സഭയ്ക്ക് വേണ്ടി ഏത് ത്യാഗവും ചെയ്യുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഒരു സന്യാസവര്യൻ്റെ ശൈലിയിൽ തനിക്കുള്ളതെല്ലാം സഭയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചയാളായിരുന്നു അദ്ദേഹം. ദീർഘകാലഘട്ടം ആ സഭയുടെ അധ്യക്ഷനായിരുന്നതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിക്കുകയായിരുന്നു അദ്ദേഹം. വാസ്തവത്തിൽ സഭാപിതാക്കന്മാർ എപ്പോഴും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. തങ്ങൾക്ക് ഭൗതികമായ നേട്ടത്തിൽ ഒരിക്കലും വിഷമിക്കുവാൻ സാധിക്കില്ല. സഭയുടെ നന്മ, ദൈവത്തിൻ്റെ മഹത്വം, ഇതാണ് സഭാപിതാക്കന്മാരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. ആ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഈ ബാവാ തിരുമേനിയിലും കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള കാഴ്ചപ്പാടോടെയാണ് അദ്ദേഹം ഈ സഭയെ 35 വർഷക്കാലം അതിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ, അതിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഇതിനെ നയിക്കുവാനായിട്ടിടയായത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 1934 ഒരു വനിതാ സമാജം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു യുവജന പ്രസ്ഥാനം ഉണ്ടാകണമെന്നെല്ലാം ചിന്തിക്കുവാൻ അധികം ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. കേരള കത്തോലിക്കാ സഭയിൽ പോലും ഒരു യുവജന പ്രസ്ഥാനം തുടങ്ങിയത് സംഘടിതമായ രീതിയിൽ തുടങ്ങിയത് 1972 അപ്പം അങ്ങനെ നേരത്തെ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി സഭയെ നയിക്കുവാനുള്ള ആ വലിയ കർമ്മധീരത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട്. അത് തീർച്ചയായും ഈ സഭയ്ക്ക് നേട്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് ഈ രംഗങ്ങളിലുണ്ടായിട്ടുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലൂടെ സഭയുടെ സുസ്ഥിതി ഭദ്രമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ തന്നെ ഈ സഭയ്ക്ക് ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണം, മലങ്കര സഭ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം അദ്ദേഹം ആരംഭിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്കുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും പലപ്പോഴും വിമർശനപരമായി സഭകളെ നോക്കുന്ന മാധ്യമങ്ങളുടെ നടുവിൽ സഭയുടെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുവാനും സഭയുടെ സന്ദേശം എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനും ഇങ്ങനെയുള്ള ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ എപ്പോഴും സഹായകരമാണ്. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അദ്ദേഹം മനസ്സിലാക്കി കണ്ട് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് സഭായിക രംഗത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച താല്പര്യവും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ രൂപീകരണത്തിലും സഹകരിക്കുകയുണ്ടായി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എക്യുമേനിസത്തെക്കുറിച്ച് എക്യുമേനിസത്തിന് നൽകിയ വലിയ ഒരു പിന്തുണയാണ് കത്തോലിക്കാ സഭ ഈ രംഗത്ത് ഇറങ്ങി വരുവാനിടയായത്. പക്ഷേ അതിനൊക്കെ വളരെ മുൻപ് തന്നെ അദ്ദേഹം 40-കളിൽ 50-കളിലെല്ലാം സഭൈക്യത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചത് തന്നെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ സഭകളുടെ ഐക്യത്തിന് ഏറെ സഹായകരമായിട്ടൊരു കാര്യമാണ്. അപ്പം അങ്ങനെയെല്ലാം ഈ രംഗങ്ങളിൽ ആഴമായ സ്വഭാവബോധം അദ്ദേഹം പ്രകടിപ്പിക്കുകയും സഭകളുടെ ഐക്യത്തിനും തൻ്റെ സഭയുടെ സുസ്ഥിതിക്കും വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കുകയും ചെയ്ത ആ തിരുമേനി തീർച്ചയായും നമുക്ക് അഭിമാനകാരണമാണ്, മാതൃകയുമാണ്. ഇങ്ങനെയുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ആഘോഷിക്കുന്നതെല്ലാം ചിലരുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ പതിക്കുവാനായിട്ടാണ്. ചില മാതൃകകൾ സഭയുടെ മുൻപിൽ ലോകത്തിന് മുൻപിൽ ഉയർത്തി കാട്ടുവാനായിട്ടാണ്. ഇന്നത്തെ യുവജനങ്ങളെ പലപ്പോഴും സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് കലാരംഗത്തൊക്കെയുള്ള ആളുകളെ വീരപുരുഷന്മാരായിട്ട് കാണുമെങ്കിലും അതിനെല്ലാം അതീതമായിട്ട് സമഗ്രമായ ഒരു ദർശനം നൽകുന്നത് ആധ്യാത്മിക രംഗത്ത്
ഉള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു മഹർഷി വര്യൻ ഈ സഭയ്ക്ക് നൽകിയ സേവനങ്ങളെല്ലാം ഓർമ്മിക്കുവാനും അതുപോലെയുള്ള ത്യാഗസന്നദ്ധയും സഭാസ്നേഹവും കാലഘട്ടത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി ശരിയായി പ്രതികരിക്കുവാനുമുള്ള സന്നദ്ധതയെല്ലാം വളർത്തിയെടുക്കുവാൻ ഈ വർഷാചരണം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ സമാപന സമ്മേളനം കൊണ്ട് ഈ ഓർമ്മ തീരുകയല്ല, ഇത് കൂടുതൽ നിങ്ങളുടെ സഭയെ സജീവമായി മുൻപോട്ട് നയിക്കുവാൻ ഇത് സഹായകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദരണീയനായ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ മൺമറഞ്ഞ മഹർഷീശ്വരനായ മലങ്കരയുടെ 3-ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തൃതീയൻ കാതോലിക്ക ബാവായെ അനുസ്മരിച്ചു. പ്രായം ശരീരത്തിന് ചെന്നുവെങ്കിലും മനസ്സിൻ്റെ യൗവനം എത്ര മനോഹരമായി അഭിവന്യ പിതാവിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അഭിവന്യ പിതാവിനോട് മലങ്കര സഭയ്ക്കുള്ള എല്ലാ ആദരവും സ്നേഹവും സന്തോഷപൂർവ്വം ആദരപൂർവ്വം അറിയിക്കുന്നു. CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്വതസിദ്ധമായ അഭിപ്രായങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അഭിവന്യ തിരുമേനിയെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. മലങ്കരയുടെ കത്തോലിക്ക പരിശുദ്ധ തുതിയൻ ബാവ തിരുമേനി ഈ വേദിയിൽ നിന്ന് കടന്നു പോകുന്ന പൗവത്തിൽ പിതാവ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനനായകരായ ഈ സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി ശ്രീ തിരുവഞ്ചൂർ, മുൻ MLA ബഹുമാനപ്പെട്ട PN വാസവൻ അവർകൾ, ഈ നഗരത്തിൻ്റെ പിതാവ് KRG വാര്യർ, എൻ്റെ സഹോദര പ്രിയപ്പെട്ട ബിഷപ്പുമാർ, മാതാപിതാക്കളെ, വൈദിക സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏറ്റവും അഭിമാനത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നമ്മെല്ലാവരും. ഇവിടെ കേട്ടതുപോലെ വാസ്തവത്തിൽ മലങ്കരയുടെ കാവൽഭടനായി 35 വർഷം കത്തോലിക്ക സിംഹാസനത്തിൽ അരുടനായിരുന്ന ബസാലിയോസ് ഗീവറീസ് തുതിയൻ ബാവ തിരുമേനിയുടെ 50-ാം ചരമ വാർഷികം, ആ സുവർണ ജൂബിലി സമാപനം കുറിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഏലിയ കത്തീഡ്രലിൻ്റെ ഈ പരിശുദ്ധമായ അങ്കണം. ഈ പിതാവിൻ്റെ ചരിത്രവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഏലിയ കത്തീഡ്രലും ഈ അങ്കണവും പല നിർണായകമായ സദ്യയിൽ അദ്ദേഹത്തോട് ചേർത്ത് വായിക്കേണ്ട വിശുദ്ധമായ ദിനങ്ങളും അനുഭവങ്ങളുമാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സദസ്യർ അതൊക്കെ നല്ലവണ്ണം അറിയാവുന്നവരോട് ആവർത്തിക്കാൻ ഞാൻ ഒരുങ്ങുന്നില്ല. എന്നാൽ ഏത് കാലഘട്ടവും ചരിത്രവും പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ചില സത്യങ്ങൾ എന്നും നിത്യസത്യങ്ങളാണ്. ആ സത്യങ്ങളാണ് ഭാവി തലമുറയെ വർത്തമാനികമായ ജീവിതത്തിൽ നിന്ന് നടത്തുന്നത്. തുതിയൻ ബാവ തിരുമേനിയെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഈ സഭാചരിത്രത്തിൽ ഏറ്റവും ആഞ്ഞടിച്ച പ്രതിസന്ധിയിൽ ഒരു തപോവര്യൻ്റെ തൃഷ്ണയോടും നിഷ്ഠയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സഭയെ നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷമായി നീണ്ടുനിന്ന ഈ സുവർണ ജൂബിലി വിളിച്ചറിയിക്കുന്നത്. ഈ ജൂബിലി സമ്മേളനങ്ങളിലൊക്കെ കേൾക്കുവാനും ചിന്തിക്കുവാനും ഇടയായതാണ്. അത് ഒരു സഭയുടെ വ്യവഹാരത്തിൻ്റെ മധ്യത്തിൽ മാത്രമല്ല, ആത്മീയമായ ചൈതന്യത്തിൻ്റെ ഉറവിടങ്ങളെ കണ്ടെത്തി കാലികമായി ദൈവബോധത്തെ വെളിപ്പെടുത്തുവാൻ ആ തപോവര്യന് കഴിഞ്ഞു എന്നുള്ളത് ഈ സഭയുടെ ദൈവശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സഭയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഇന്ന് ദേവലോകം ഇന്ന് ഈ സഭയുടെ ക്രൈസ്തവ മണ്ഡലത്തിൻ്റെ ഒരു വലിയ ആസ്ഥാനമായി നിൽക്കുമ്പോൾ അതിനൊക്കെ മുഖാന്തരമായത് ഈ തുതിയൻ ബാവ തിരുമേനിയാണ് എന്നോർക്കുമ്പോൾ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഓരോ കാലഘട്ടത്തെ
അതിജീവിച്ച് ജീവിച്ച വിശുദ്ധരാണ് ഭാവി തലമുറയ്ക്ക് എപ്പോഴും പ്രചോദനം നൽകുന്നത്. ഇവിടെ ഒരു കാര്യം മാത്രം വളരെ സംഘടമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നാൽ ഇവരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ജീവിതചര്യ അനുഷ്ഠിച്ച വിശുദ്ധന്മാരെ, ആത്മീയ ശ്രേഷ്ഠരെ നാം സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, അവരെ ആരാധിക്കുമ്പോൾ ഈ തലമുറ ഏറ്റെടുക്കേണ്ട ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്? പ്രതിസന്ധി ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ചെറിയ ജീവിതമായാലും വലിയ ജീവിതമായാലും കുടുംബജീവിതമായാലും സഭാജീവിതമായാലും രാജ്യത്തിൻ്റെ ജീവിതമായാലും പ്രതിസന്ധി ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുന്നോ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നോ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെ നിർണയിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ശോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശോഷണങ്ങളുടെ നടുവിൽ ഒട്ടും ശോഷിക്കാതിരുന്ന, ജീവിതത്തിൻ്റെ എല്ലാ കഠിനതകളിലും ജീവിതത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും ജീവിതം ആടിയുലയുന്നു എന്ന് തോന്നിയപ്പോഴും തന്നിൽ നിന്ന് വാർന്നു പോകാതിരുന്ന, ശോഷിച്ചു പോകാതിരുന്ന ആ ചൈതന്യം എന്താണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ഇന്ധനം ലഭിക്കുന്നത്. അവിടെയാണ് നമുക്ക് മുന്നോട്ട് ഗമിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത്. അതാണ് തൃത്വത്തിൽ വിശ്വസിക്കുന്ന സഭയുടെ മക്കള് പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിലൂടെ സംക്രമിക്കുന്ന ആ വലിയ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ഈ പിതാക്കന്മാരെ നടത്തിയത്. ആ നടത്തിപ്പുകളാണ് ഇന്ന് ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് പ്രചോദനം. അതുകൊണ്ട് ഏറ്റവും അധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഉമ്മൻചാണ്ടി സാറ് സൂചിപ്പിച്ചതുപോലെ കുറിച്ചി പിതാവ്, കുറിച്ചി ബാവ ഇന്ന് ലോകമെമ്പാടും, ഇവിടെ പൗതിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് 1948 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഉണ്ടാകുന്നത്. ഈ ലോകത്തിലെ സഭകൾ ഒന്നിച്ച് ഒരു വേദിയിൽ വരാമെന്ന് ചില ആശയങ്ങൾ ഉയർത്തെഴുന്നേറ്റത് 48 ആണ് എങ്കിൽ അതിനു മുമ്പ് പൗരോഹിത്യത്തിലൂടെ, അതിലൂടെ മെത്രാഭിഷേകത്തിലൂടെ ലോകത്തിന് ചില സൂചനകൾ നൽകിയ ഈ വലിയ പിതാവിൻ്റെ ജീവിതത്തെ സ്മരിക്കുമ്പോൾ നമ്മൾ ആവേശപുളകിതരാകുകയാണ്. അത് ആത്മീക തരതള്ളലായി മാറണം, അതൊരു ആത്മീക ചൈതന്യമായി മാറണം. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ശങ്കരത്തിലച്ചൻ എന്നെ കുറിച്ചിയിൽ ക്ഷണിക്കുകയുണ്ടായി. ആ വലിയ സദസ്സിലും ഓർക്കുവാനായിട്ടിടയായത് ഈ പുണ്യശ്ലോകൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ന് മലങ്കര സഭയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ നാടിനോടുകൂടി ചേർന്ന് വായിക്കുന്ന തെന്നിന്ത്യ സഭയെ സംബന്ധിച്ചും ഞങ്ങളെ സംബന്ധിച്ചും ഇതുപോലുള്ളതായിട്ടുള്ള ഇടയന്മാരുടെ ജീവിതം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ, ഭാരതത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്കുള്ള ഒരു വലിയ പ്രചോദനമായിരിക്കും ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇന്നും ഇതൊരു വെളിച്ചമായി നിൽക്കുകയാണ്, ഒരു ജ്യോതിസായി നിൽക്കുകയാണ്. ഞാൻ ജ്യോതിസായി സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ധകാരത്തിൽ ആരൊക്കെ പ്രകാശിതരാകുന്നോ അവരാണ് ലോകത്തിൻ്റെ ജ്യോതിസ്, അവരാണ് ലോകത്തിൻ്റെ വിളക്ക്, അവരാണ് ലോകത്തിൻ്റെ ഉദയനക്ഷത്രം. അവർക്ക് മാത്രമേ ഇരുട്ടിൽ നിന്ന് ലോകത്തെ നടത്തുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇരുട്ടിൽ നിന്ന് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ നടത്തുവാൻ കഴിയുകയുള്ളൂ. ആ നടത്തിപ്പുകളാണ് ഇന്ന് മധുരമായി നമ്മൾ അയവിറക്കുന്നത്. അതുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഞാനും നമ്രശിരസ്കരാകുകയാണ്. ഒരു മെത്രാഭിഷേക ഗണത്തിൽ ഏറ്റവും ശിശുവായ എന്നെ സംബന്ധിച്ച് ഞാൻ വിനീന്യതിനായിട്ട് ജീവിതത്തിന് മുമ്പിൽ വിനീന്യതിനായി നമ്രശിരസ്കനായിക്കൊണ്ട് ഈ പുണ്യശ്ലോകൻ്റെ ജീവിതത്തിൻ്റെ ആ ശക്തീകരണങ്ങൾ മലങ്കര സഭയ്ക്ക് മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, ഭാരതത്തിലെ മതബോധമുള്ള എല്ലാ സമൂഹത്തിനും ചൈതന്യമായിട്ട് നടക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും മരിക്കുമെങ്കിലും സ്മരിക്കപ്പെടുന്നവർ വിരളമാണ്. മലങ്കര സഭയുടെ പ്രകാശഗോപുരമായി ഇന്നും സ്മരിക്കപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമനസിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അഗാധമായ സന്ദേശം നൽകിയ റൈറ്റ് റവറൻഡ് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ തിരുമേനിയോടുള്ള നന്ദി നിസ്സീമമാണ്. തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹാദരവുകളും അറിയിക്കുന്നു. വകുപ്പുകൾ മാറിയാലും നവകർമ്മ കുശലതയോടെ കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് കോട്ടയത്ത് തൻ്റെ സേവനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന
ബഹുമാനപ്പെട്ട വനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആദരപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന റൈറ്റ് റവറൻഡ് തോമസ് കെ ഉമ്മൻ തിരുമേനി, നമ്മളുടെ ബഹുമാന്യനായ MP ശ്രീ ജോസ് കെ മാണി, ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് അവർകൾ, MG ജോർജ് മുത്തൂച്ച്, ശ്രീ VN വാസവൻ, ശ്രീ KRG വാര്യർ, സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ജൂബിലി കൺവീനർ ശ്രീ AK ജോസഫ്, ക്രിസോസ്റ്റമസ് തിരുമേനി അടക്കമുള്ള അഭിവന്ദ്യരായ തിരുമേനിമാർ, സ്നേഹനിധികളായ വൈദിക ശ്രേഷ്ഠൻ, ബഹുമാന്യരായ സഹോദരങ്ങളെ, സ്നേഹിതരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിൽ 35 വർഷക്കാലത്തോളം ഈ മഹാസഭയെ നയിക്കുന്നതിന് നേതൃത്വം നൽകിയ അഭിവന്ദ്യനായ ഗീവർഗീസ് തിതിയൻ ബാബ തിരുമേനിയെക്കുറിച്ചുള്ള അനുസ്മരണയിൽ ഞാൻ 100% ഉൾക്കൊള്ളുന്നു. ഞാനതിനു മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുകയാണ്. 35 വർഷക്കാലം ഒരു സഭയെ നയിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു മേൽപ്പട്ടത്തിൽ വരുന്ന ആളിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. ദുർഘടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാകുമ്പോൾ സ്വാഭാവികമായും അതിന് പ്രാധാന്യം കൂടുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വലിയ സഭയെ ഈ നവഹിക്ക് ഒരു കോട്ടവും തട്ടാതെ ശക്തമായി നയിച്ച് കാറിലും കോളിലും ഒന്നും ഇളകാതെ മുന്നോട്ട് കൊണ്ടുപോയ അഭിവന്ദ്യ തിരുമേനിയെക്കുറിച്ച് ഈ സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി വിലയിരുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് അന്നുയർന്നു വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളെ നമുക്ക് ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല, ചവിട്ടി മെതിച്ച് പോകാനും കഴിയില്ല. ബുദ്ധിപരമായും സൃഷ്ടിപരമായും ആ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ വശം. അവിടെയാണ് കുറിച്ചി ബാവ ഏറ്റവും പ്രശസ്തനും അതോടൊപ്പം തന്നെ സഭയുടെ ജ്യോതിസ്സുമായി മാറുന്നത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ കുറിച്ചി ദേവാലയത്തിൽ നേരത്തെ നമ്മളുടെ അഭിവന്ദ്യ തോമസ് കെ ഉമ്മൻ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ബാബയുടെ ഓർമ്മദിനത്തിൽ പല സന്ദർഭത്തിലും പോകുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള പൊതുവികാരം എനിക്ക് നന്നായി അറിയാം. ഏറ്റവും തീവ്രമായ ഭക്തി നിർഭരമായ ഒരു പൊതുവികാരത്തോടു കൂടിയാണ് തിരുമേനിയെക്കുറിച്ചുള്ള വാക്കുകൾ അവർ പറയുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും പ്രതിസന്ധിയിലാണ് ഒരു നേതൃത്വത്തിൻ്റെ നേതൃഗുണം നമുക്കറിയാൻ കഴിയുന്നത്. ആ നിലയിൽ നോക്കിയാൽ മലങ്കര സഭയിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് എല്ലാവരുടെയും തൃപ്തിയും സ്നേഹവും വാത്സല്യവും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ബാബ തിരുമേനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യണം. ഞാൻ ഈ നിൽക്കുന്ന ഈ പോഡിയവും ഇവിടെ ഈ ചുറ്റുവട്ടവും തൊട്ടപ്പുറത്തുള്ള കോളേജും എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ടറിയാം. എന്നോടൊപ്പം അന്ന് പഠിച്ചിരുന്ന ക്രിസോസ്റ്റമസ് തിരുമേനി തന്നെ ഈ വേദിയിൽ ഉണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ വലിയ ഒരു വിഭാഗത്തെ ജീവിതത്തിൻ്റെ മറ്റു തുറകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടിയും അവരെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയും ശ്രമിച്ച അന്നത്തെ ബാബ തിരുമേനിയുടെ ഓർമ്മകളാണ് ആർക്കും മറക്കാൻ കഴിയാത്തത്. വിദ്യാഭ്യാസ രംഗത്തായാലും ബാബ തിരുമേനി കാലം ചെയ്തതിന് ശേഷം പരിശുദ്ധ ബസേലിയോസ് ബാബ തിരുമേനിയുടെ പേരിൽ ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ പരിശുദ്ധ
ബെസേലിയോസ് മാർത്തോമാ പൗലോസ് തിരിയൻ കാത്തോലിക്ക ബാബ തിരുമേനി, ഏറ്റവും ബഹുമാന്യരായ അഭിമന്യ തിരുമേനിമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ശ്രേഷ്ഠ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സ്നേഹിതരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് തിരിയൻ ബാബ തിരുമേനിയുടെ ചരമവാർഷികം, ഒരു വർഷം നീണ്ടുനിന്ന ജൂബിലി ഇന്ന് സമാപിക്കുകയാണ്. പിതാവിൻ്റെ പുണ്യസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും വലിയ വിശ്വാസിയായിട്ട് പറയുന്നത് പൗലോസ്ലീഹയാണ്, വിശുദ്ധ പൗലോസ്ലീഹയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെയുള്ള വാക്കുകളിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കാര്യമെടുത്താലും അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ഒരു പൗലോസ് തിരുമേനിയാണ്, അപ്പോസ്തലനാണ് എന്ന് പറയുവാൻ കഴിയും. ഈ സഭയെ കരുത്തോടുകൂടി 35 വർഷക്കാലം ഇതിൻ്റെ അധ്യക്ഷനായും 52 വർഷക്കാലം തിരുമേനിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉറച്ച ആ വിശ്വാസമാണ് പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഈ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും പകർക്കുവാൻ ഉള്ള ഒരവസരമാണ്. ഇങ്ങനെയുള്ള ജൂബിലി ചരമവാർഷികം ഒക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം അപ്രകാരം എങ്ങനെ നവീകരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നവീകരിച്ച് ഈശോയോടൊപ്പം, ദൈവത്തിനോടൊപ്പം, മറ്റ് സഹപ്രവർത്തകർക്കും പ്രയോജനകരമായി, സഹോദരന്മാർക്കും പ്രയോജനകരമായി ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MP ജോസ് കെ മാണിയോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. പരിശുദ്ധ തിരുമേനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ എല്ലാ നല്ല അനുസ്മരണങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റബ്കോ ചെയർമാനും മലങ്കര സഭയുടെ പ്രിയ സുഹൃത്തും പ്രത്യേകിച്ച് കോട്ടയത്ത് ദേവലോകം അരമനയോടും കാതോലിക്കേറ്റിനോടും വളരെ ആദരപൂർവ്വം ഇടപെടുന്ന ബഹുമാനപ്പെട്ട VN വാസവൻ സാറിനെ പ്രത്യേകിച്ച് ആശംസാ പ്രസംഗത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി അവറുകൾ, അഭിയന്തരായ തിരുമേനിമാർ, വൈദിക ട്രസ്റ്റി ഡോക്ടർ കോനാട്ടച്ചൻ, ഡോക്ടർ ജോർജ് ജോസഫ്, ശ്രീ AK ജോസഫ്, ശ്രീ KRG വാര്യർ, വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠന്മാരെ, ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദിവ്യൻ ബാവയുടെ ചരമ സുവർണ ജൂബിലി സമാപിക്കുന്ന ഈ ഘട്ടത്തിൽ കാലം ചെയ്ത പരിശുദ്ധ ബാവയുടെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ സ്നേഹപ്പൂക്കൾ അർപ്പിക്കുകയാണ്. ഈ കോട്ടയത്തിന് ചരിത്രയേടുകൾ പരിശോധിക്കുമ്പോൾ 2 വിശേഷണങ്ങൾ പുതിയതായി ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ദേവലോകം കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഒരു വിശേഷണം. രണ്ടാമത്തത്, അക്ഷരനഗരി എന്ന നാമകരണം ഈ കോട്ടയത്തിന് ലഭിച്ചു. അതിൽ അക്ഷരനഗരി എന്ന നാമകരണം
എല്ലാവരും കൂടിച്ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിൽ ദേവലോകം എന്ന നാമകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കാലം ചെയ്ത ബാവയുടെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും ഉദിച്ച ഏറ്റവും ഉന്നതമായ ഒരു നാമകരണമാണ്. ആ നാമകരണം കാലവും ചരിത്രവുമുള്ള ഒരു കാലം ഈ കോട്ടയം പട്ടണത്തിന് അനുഗ്രഹീതമായി നിൽക്കുന്നു. അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ജ്വലിച്ചു നിൽക്കുന്ന നാമമായി നമുക്ക് കണക്കാക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും മനസ്സിലാക്കിയിടത്തോളം, ഈ ബാവ തിരുമേനി സഭാവിശ്വാസികളെ സംബന്ധിച്ചോളം സഭയോട് എന്നും ഉന്നതമായ നിലപാടുകളിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിബദ്ധത പുലർത്തി എന്നും സഭയെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്ത അരനൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തെ ആത്മീയ ചൈതന്യം തുടിച്ചു നിന്നിരുന്നു എന്ന കാര്യം ഇവിടെ വിവരണത്തിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഒരു വർഷക്കാലം നീണ്ടുനിന്ന സുവർണ ജൂബിലി ചരമത്തിൻ്റെ ആചരണം ഏറ്റെടുക്കണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം മഹത്വവൽക്കരിക്കപ്പെട്ടിരുന്നു, എത്രത്തോളം വലിയ രൂപത്തിൽ അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും വലിയ സംഭാവനകൾ നൽകിയിരുന്നു എന്ന് നാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ ഈ ചരമ സുവർണ ജൂബിലി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ഈ കുറിച്ചി ബാവ തിരുമേനി ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവസരമുണ്ടാകും. പഴയ തലമുറയ്ക്ക് അദ്ദേഹത്തോടൊപ്പം സാമീപ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം എല്ലാ അർത്ഥത്തിലും നിന്നുകൊണ്ട് ആത്മീയ ചൈതന്യം തുടിക്കുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചവർക്ക് അനുസ്മരണ ചടങ്ങുമായി അത് രൂപാന്തരപ്പെടുന്നു. അത്തരത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഈ ബാവ തിരുമേനിയുടെ ജ്വലിക്കുന്ന സ്മരണകൾ ഉയർത്തിപ്പിടിച്ച് ഈ ചരമ സുവർണ ജൂബിലി ആചരിച്ചതിൽ സഭയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബാവായുടെ ഇരമ്പുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉജ്ജ്വല വാഗ്മി എന്ന് ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടനെ വിശേഷിപ്പിക്കാം. മനോഹരമായ വാക്കുകൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വിശേഷണം ഇരമ്പുന്ന ശബ്ദത്തിന് മലങ്കര സഭ ആദരപൂർവം നന്ദി പറയുന്നു. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ തിരുമേനിമാർ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, അഭിവന്യ ജോഷുവ നിക്കോദിമോസ് തിരുമേനി, അഭിവന്യരായ റമ്പാച്ചന്മാർ, വന്യരായ കോർപ്പിസ്കോപ്പന്മാർ, വൈദികർ, അതുപോലെ തന്നെ വിശിഷ്ടരായ വ്യക്തികൾ എല്ലാവരുടെയും സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിമന്യരായ തിരുമേനിമാരെ, ഈ വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളുമേ, ബഹുമാന്യരായ റമ്പാച്ചന്മാരെ, വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസിനികളെ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമേ എൻ്റെ ശിരസ് നമിക്കുന്നു. അദ്ദേഹം ഒരു മഹാനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരാൾ ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞ് 50 വർഷത്തിനപ്പുറം അദ്ദേഹത്തെ സ്മരിക്കുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും മഹാനാണ് എന്നാണ് സാധാരണ നമ്മൾ കണക്കാക്കാറ്. ആ വിധത്തിൽ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ യഥാർത്ഥമായി മഹാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ മനുഷ്യരെല്ലാം പറയാറുള്ളത് വലിയ ബാവ എന്നാണ് സാധാരണ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ നാമത്തെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് ബസേലിയോസ് റാബോ എന്ന വല്ല ഒരു പേര് പിതാവിന് നൽകണം എന്നാണ്. കാരണം ബസേലിയോസുമാർ വളരെയധികമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി എന്നുള്ള നിലയിൽ ബസേലിയോസ് റാബോ എന്നൊരു നാമം തീർച്ചയായിട്ടും അഭിവന്യ പരിശുദ്ധ പിതാവിന് ഉചിതമായിരിക്കും. സഭയ്ക്കും കേരള സമൂഹത്തിനും അനേകം സംഭാവനകൾ ചെയ്തയാളാണ് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സഭയ്ക്ക് നൽകിയ സംഭാവനകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അദ്ദേഹം സമാധാനത്തിൻ്റെ ദൂതനായിരുന്നു എന്നുള്ളതാണ്. സമാധാനം സഭയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വന്തമായി സ്വയം താഴാൻ യാതൊരു മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 58 സുപ്രീം കോടതി വിധിയൊക്കെ വരുന്നതിന് മുൻപ് സമാധാന ആലോചന, സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആലോചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എതിർഭാഗം ഒരു ഡിമാൻഡ് വെച്ചു. അന്ന് വർഷങ്ങളായി മെത്രാപ്പൊലീത്തായായി സഭയുടെ തലവനായിരിക്കുന്ന
ഗിവറീസ് ദിദിയൻ ബാവായുടെ പട്ടത്വത്തിന് എന്തോ കുറവുണ്ടെന്നുള്ള നിലയിൽ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പട്ടത്വത്തെ പൂർത്തീകരിക്കാൻ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച്, പുതിയ പട്ടം കൊടുക്കലൊന്നുമില്ല, എന്നാലും തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം, എന്നാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന മെത്രാപ്പൊലിത്തന്മാരും സഭയുടെ തലവന്മാരും എല്ലാം അതിനെ എതിർത്തു. സാധ്യമല്ല അത്തരത്തിൽ ഒരു കാര്യം നടത്തുവാനെന്ന്. എന്നാൽ പരിശുദ്ധ ഗിവറീസ് ദിദിയൻ ബാവ സ്വയം വിനയാന്വിതനായിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ ഈ സഭയിൽ സമാധാനം ഉണ്ടാകുമെങ്കിൽ എൻ്റെ തല കുനിച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടായാൽ അത് ആ കൈ വയ്ക്കുന്നവൻ്റെ തലയിൽ ഇരുന്നുകൊള്ളും എന്നും കൂടെ കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വയം താഴുവാനായിട്ട് സഭയിലെ സമാധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം കണ്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 100 വർഷത്തിന് മുകളിൽ കാലം ചെയ്തിട്ടുള്ള നമ്മുടെ സഭയുടെ പിതാക്കന്മാരിൽ സഭയിൽ സമാധാനം നിലനിൽക്കുന്നതായി കണ്ടുകൊണ്ട് കാലം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരാളാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി. കേസെല്ലാം ഒരു ഭാഗം ജയിച്ചു കഴിഞ്ഞപ്പോൾ, സഭയ്ക്ക് വിജയമുണ്ടായപ്പോൾ ഈ വിജയത്തെ നിങ്ങൾ അമിതമായി ആഘോഷിക്കരുത് എന്ന് സ്വന്തം അണികളോട് പറഞ്ഞു. സഭയ്ക്ക് തോൽവി ഉണ്ടായപ്പോൾ ഈ തോൽവിയിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അണികളെ സാന്ത്വനപ്പെടുത്തി. ഇങ്ങനെ ഒരു നല്ല നേതാവിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടമായി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനേകം അദ്ദേഹം സ്ഥാപിച്ചു. 2 കോളേജുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. സഭയ്ക്ക് യൂത്ത് മൂവ്മെൻ്റ് ഉണ്ടാക്കി. സഭയുടെ സ്കൂളുകളെ മുഴുവനും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്ഥാപിച്ചത് ആ പിതാവാണ്. വനിതാ സമാജം ഉണ്ടാക്കിയത് ആ പിതാവിൻ്റെ കാലത്താണ്. ഇങ്ങനെ സഭയിലും സമൂഹത്തിലും ബഹുമുഖമായിട്ടുള്ളതായ വളർച്ചയ്ക്ക് കാരണമായി തീർന്ന ഒരു പരിശുദ്ധ പിതാവിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ജനകോടികളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും പരിശുദ്ധനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടെ ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നെന്നും നിലനിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. സഭാ ചരിത്രകാരനും പ്രസിദ്ധ വേദശാസ്ത്രജ്ഞനും മലങ്കര സഭയുടെ ആരാധനാ പാരമ്പര്യത്തെ ശക്തിയോടെ ഊട്ടി വളർത്തുന്ന മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ മനോഹരമായി വർണ്ണിച്ചു. 932 ഏപ്രിൽ മാസം 22-ന് മലങ്കര സഭയിൽ ആദ്യമായി വിശുദ്ധ മൂറോൻ കൂദാശ പരിശുദ്ധ ബാവാ തിരുമേനി നിർവഹിച്ചു. കൗദാശികമായി വൈദേശിക മേലധികാരത്തിൽ നിന്ന് മലങ്കര സഭയ്ക്ക് വിമോചനം നൽകിയ മഹനീയ നിമിഷം അതായിരുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിച്ച അനുസ്മരണത്തിന് അച്ഛനോട് സ്നേഹപൂർവ്വമായി നന്ദി പറയുന്നു. കോട്ടയം പട്ടണത്തിൽ ഏത് മഹത് സമ്മേളനങ്ങൾ നടന്നാലും ആദരപൂർവം കോട്ടയം പട്ടണത്തിൻ്റെ ചെയർമാനായി, നഗരസഭയുടെ ചെയർമാനായി നിലകൊള്ളുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആതിഥേയനാണ്. ബഹുമാനപ്പെട്ട ശ്രീ KRG വാര്യർ, അദ്ദേഹം നഗരസഭയുടെ ചെയർമാനാണ്. മലങ്കര സഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും നഗരസഭയുടെ പുതിയ ചെയർമാനെ അറിയിക്കുന്നതോടൊപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ ആശംസയ്ക്കായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, റൈറ്റ് റെവറൻഡ് ബിഷപ്പ് തോമസ് കെ ഉമ്മൻ, ഫാദർ ഡോക്ടർ ജോൺ എബ്രഹാം കോനാട്ട്, MG മുത്തൂറ്റ്, ജോർജ് മുത്തൂറ്റ്, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സന്നിധിയായിരിക്കുന്ന ബഹുമാന്യരെ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനിയുടെ ചരമ സുവർണ ജൂബിലി സമാപന സമ്മേളന വേദിയിൽ ആ തിരുമേനിയുടെ ആത്മാവിൻ്റെ മുമ്പിൽ നഗരസേവയ്ക്ക് വേണ്ടി ശിരസ് നമിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ KRG വാര്യർ, കോട്ടയം നഗരസഭ ചെയർമാൻ്റെ സംക്ഷിപ്തമായ സന്ദേശത്തിന് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം സമാപിക്കുകയാണ്. കാതോലിക്ക മംഗളഗാനം ആലപിക്കത്തക്ക രീതിയിൽ
ഏലിയ കത്തീഡ്രലിൻ്റെ കൊയർ ഒരുങ്ങണമെന്ന് അവരുടെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനി സഭയുടെ നവീകരിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. 2007 മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് www.moac.in എന്ന പേരിൽ ഔദ്യോഗിക വെബ്സൈറ്റ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ റിന്യൂവൽ നടത്തുന്ന ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത ആധുനിക സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിന് അനുസരിച്ച് അതിനൂതനമായ പരിഷ്കാരങ്ങളോടുകൂടി ഇന്നത്തെ തലമുറയ്ക്ക് സ്വീകാര്യമായ വിധത്തിൽ ആൻഡ്രോയിഡ്, ഐഫോൺ, ടാബ്ലറ്റ് എന്നിവയിൽ ലഭിക്കത്തക്ക വിധത്തിൽ റെസ്പോൺസീവ് ഡിസൈനോടുകൂടിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ വലതുവശത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ലാൽ അച്ഛൻ്റെ അക്ഷീണ പരിശ്രമം ഈ ഒരു ക്രമീകരണത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നത്. മലങ്കര സഭയുടെ വാർത്തകൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ തത്സമയം അപ്ഡേറ്റ് ചെയ്യുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി വെബ്സൈറ്റ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനിയുടെ സുവർണ ചരമ ജൂബിലിയോടനുബന്ധിച്ച് വാഷിംഗ്ടൺ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയം പരിശുദ്ധ തിരുമേനിയുടെ എക്യൂമെനിക്കൽ സംഭാവനകളെക്കുറിച്ച് ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചു. ഈ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയിരിക്കുന്നത് സഭാ ചരിത്രകാരൻ ബഹുമാനപ്പെട്ട ഡോക്ടർ എം കുര്യൻ തോമസ് ആണ്. 30,000 രൂപയും പ്രശംസാ പത്രവുമാണ് വാഷിംഗ്ടൺ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയം നൽകുന്നത്. ബഹുമാനപ്പെട്ട കുര്യൻ തോമസിനെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് 12,000 രൂപയും പ്രശസ്തി പത്രവുമാണ്. കുമാരി വിന്നി കെ കോശി. കുമാരി വിന്നി കെ കോശിയെ പരിശുദ്ധ ബാവാ തിരുമേനിയിൽ നിന്ന് കാഷ് അവാർഡും പ്രശസ്തി പത്രവും സ്വീകരിക്കുവാൻ ക്ഷണിക്കുന്നു. സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ശങ്കരത്തിലച്ചനാണ്. അച്ഛനെ ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മലങ്കര സഭയ്ക്ക് സ്വർഗത്തിലെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന മഹാ തേജസ്സായ ദൈവിക ദാനമായ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ 1 വർഷം നീണ്ടുനിന്ന ചരമ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്നിവിടെ തിരശീല വീഴുകയാണ്. ഭാരതം കണ്ട ഏറ്റവും വലിയ തേജസ്വിയായിരുന്നു ഗീവർഗീസ് ദിദിയൻ ബാവ എന്നും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മലങ്കര സഭയ്ക്ക് തിളക്കമാർന്ന സംഭാവനകൾ നൽകിയെന്നും ഇവിടെ വിശിഷ്ട അതിഥികൾ നമ്മോട് പറയുകയുണ്ടായി. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് സഭയുടെ തലവൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. കുന്നംകുളം പ്രദേശം മലങ്കര സഭയ്ക്ക് നൽകിയ ഈ മഹാഭാഗ്യ നക്ഷത്രത്തെ, ഈ പരിശുദ്ധ പിതാവിനെ വളരെ ഭക്തിയാദരപൂർവ്വം നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവിനുള്ള നന്ദി സ്നേഹവും ആദരപൂർവ്വം തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 15 മിനിറ്റിന് മുമ്പേ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിമുറിയിലെത്തി ബാബായുമായി സംസാരിക്കുകയായിരുന്നു. സമയത്തിരക്കത്താൽ തിടുക്കം കൊണ്ട് അദ്ദേഹം ഓടിപ്പോയി. തിടുക്കത്തിനിടയിൽ സമയം കണ്ടെത്തി പരിശുദ്ധ ബാബായുടെ മഹാവ്യക്തിത്വത്തെ ഉയർത്തിക്കാണിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള നന്ദി സ്നേഹവും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അറിയിക്കുന്നു. അതുപോലെ മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആളാണ് പൗത്തിൽ പിതാവ്. അദ്ദേഹവും നേരത്തെ എത്തി നടക്കാൻ വയ്യായെങ്കിലും ബാബാ തിരുമേനി വരുന്ന ഒരു യോഗത്തിൽ, ബാബ ക്ഷണിക്കുന്ന മലങ്കര സഭയുടെ യോഗത്തിൽ എൻ്റെ മരണം വരെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ആ പിതാവ് എപ്പോഴും പറയും. പൗത്തിൽ പിതാവിനുള്ള നന്ദി സ്നേഹവും ഈ മഹാസമ്മേളനത്തിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. നമ്മുടെ തോമസ് കെ ഉമ്മൻ തിരുമേനി
ഏത് യോഗത്തിലും വന്ന് സംബന്ധിക്കുന്ന ആള്. കുറിച്ചി വെച്ച് ഞങ്ങൾ നടത്തിയതായ മഹാസമ്മേളനത്തിലും അദ്ദേഹം വന്ന് സംബന്ധിക്കുകയുണ്ടായി. മലങ്കര സഭയോട് വളരെയധികം സ്നേഹബന്ധം പുലർത്തുന്ന CSI സഭയുടെ മോഡറേറ്റർ ബിഷപ്പ് വന്ദിനായ തോമസ് കെ ഉമ്മൻ തിരുമേനിയോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാന ഗതാഗത വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിൻ്റെ ഒരു വികസന നായകൻ തന്നെയാണ്. തിടുക്കത്തിൽ അദ്ദേഹവും മടങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. കോട്ടയത്തിൻ്റെ ചെറുപ്പക്കാരൻ MP ജോസ് കെ മാണി, അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. മുൻ MLAയും ഇപ്പോഴത്തെ റെപ്കോ ചെയർമാനുമായ വാസവൻ മലങ്കര സഭയുടെ എല്ലാ കാര്യങ്ങളിലും വന്ന് സംബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ശ്രീമാൻ വാസവൻ അവരോടും ഞങ്ങൾക്കുള്ളതായ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അഭിനന്ദനായ തിരുമേനിമാർ യോഗത്തിൽ പ്രസംഗിച്ചില്ലെങ്കിലും കുറിച്ചി വെച്ച് നടന്ന നിരവധി യോഗങ്ങളിൽ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തിയവരാണ് ഡോക്ടർ യൂഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയും അതുപോലെ ഡോക്ടർ യോഷോമാർ നിക്കോദീമോസ് തിരുമേനി. ഇവർ രണ്ടുപേരും പറയും, ഞങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ ഗീവർഗീസ് ദിദിയൻ ബാബയെ ഞങ്ങൾ ഇന്നും ഓർക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ മലങ്കര സഭയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അടുക്കും ചിട്ടയും നിഷ്ഠമുള്ള ജീവിതത്തിൻ്റെ ഉടമയായ ആ പിതാവിനെ അവരെന്നും സ്മരിക്കും. രണ്ട് പിതാക്കന്മാരുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വൈദിക ട്രസ്റ്റി ജോൺ സേബറാം കോനാട്ടച്ചൻ ഗീവർഗീസ് ദിദിയൻ ബാബായുടെ മാതാവ് അച്ഛൻ്റെ നാട്ടുകാരി നൈത്തി എന്ന അമ്മച്ചിയാണ്. ഗീവർഗീസ് ബാബയെ മലങ്കര സഭയ്ക്ക് പെറ്റു വളർത്തി തന്ന ആ അമ്മയെ വളർത്തിയ നാടും ധന്യമാണ്. വന്ദിനായ വൈദിക ട്രസ്റ്റി കോനാട്ടത്തിനുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. മലങ്കര സഭയുടെ ശക്തനായ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് അവസരമനുസരിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് ഈ സഭയ്ക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന സഭയുടെ ആദരണീയനായ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു വർഷം നീണ്ടുനിന്നായ ചരമ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വാസ്തവത്തിൽ മലങ്കര സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദേശയാത്ര വഴിയായിട്ടും സ്മൃതി സംഗമം വഴിയായിട്ടും പല രീതിയിലും എത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സംഘാടകർക്ക് കുറേയൊക്കെ സാധിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇനിയും എത്തി നോക്കേണ്ടിയിരിക്കുന്നു. പല ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഗീവർഗീസ് ദിദിയൻ ബാബയെക്കുറിച്ച് ഇനിയും റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഗവേഷണ ഗ്രന്ഥങ്ങൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തെ മുഴുവനും പ്രകാശിപ്പിച്ച പ്രകാശ ഗോപുരമായിരുന്നു ഗീവർഗീസ് ദിദിയൻ ബാബ. കുറിച്ചി വലിയവള്ളി വികാരിയായി വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ആ പരിശുദ്ധ പിതാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് ഇടയായി. കല്ലാശ്ശേരി, കുറുമ്പം, കുറിച്ചി പ്രദേശം ഇന്ന് ധന്യമാണ്. അവർക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഈ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ പരിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന. ബാബാതിരിമി എപ്പോഴും പറയും, അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പരിശുദ്ധനാണ്. സഭയുടെ നടപടി ക്രമങ്ങളനുസരിച്ച് വേണ്ട രീതിയിൽ ഉചിത സമയത്ത് പ്രഖ്യാപിക്കാമെന്ന് ബാബാതിരിമിനി വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്കിന് ഞങ്ങൾ അടിയങ്ങളെ കാതോർത്തുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയെല്ലാം ക്രമീകരിക്കാൻ തക്കവണ്ണം പ്രവർത്തിച്ച സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം AK ജോസഫ് സാർ കുറിച്ചിയിലും ഇവിടെയും ആലുവയിലും കുന്നംകുളത്തും ഒക്കെ ഞങ്ങൾ സന്ദേശയാത്ര നടത്തി. കുന്നംകുളത്ത് സന്ദേശയാത്ര നടത്തിയപ്പോൾ ഒരു പ്രാവശ്യം ബാബാതിരുമേനി തന്നെ കുന്നംകുളത്ത് വന്ന് ഞങ്ങളെ സ്വീകരിക്കുകയും എല്ലാവർക്കും ഭക്ഷണം തന്ന് ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തു. അന്ന് ബാബാതിരുമേനി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ബാബ പറഞ്ഞു, ഈ ഗീവർഗീസ് ബാബയെ നിങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്ന ആളുകളാണ് കുന്നംകുളത്തുള്ളവർ. ഒരു കാലഘട്ടത്തിൽ കുന്നംകുളത്തെ ഭരിച്ചത് പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാബയായിരുന്നു. കുന്നംകുളത്തെ എല്ലാ പള്ളികളിലും ഗീവർഗീസ് ദിദിയൻ ബാബയുടെ കിടക്കയുണ്ട്, അദ്ദേഹത്തിന് മുറിയുണ്ട്. ആർത്തുവാറ്റ് പള്ളിയിലെ മുറി അറിയുന്നത് അരമന എന്ന, അതാണ് പിന്നീട് ആർത്താറ്റ് അരമനയായിട്ട് തിരുവനന്തപുരം കൊണ്ട് ഭദ്രാസനം ആരംഭിച്ചപ്പോൾ അതിന് പേര് കൊടുത്തത്. അവിടുത്തെ എല്ലാ പള്ളികളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അവർക്ക് അദ്ദേഹം പരിശുദ്ധന. അത്തരത്തിൽ ഗീവർഗീസ് ദിദിയൻ ബാബയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഗവേഷണ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനം ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് തന്നത് എലിയ കത്തീഡ്രൽ വികാരി
വർക്കിംഗ് കമ്മിറ്റി അംഗം മോഹൻ ജോസഫ് അച്ഛനും ഇവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റിക്കാരെല്ലാവരുമാണ്. എല്ലാവരുടെയും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി അകാരോത്രം പ്രവർത്തിച്ച് അധ്വാനിച്ച നമ്മുടെ AK ജോസഫ് സാറിനോട് വീണ്ടും നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കാതോലിക്ക മംഗളഗാനം പാടുവാനായിട്ട് കൊയർ സജ്ജമായിരിക്കുക. വളരെ നേരത്തെ തന്നെ അവർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. 2-3 പാട്ടൊക്കെ പാടായിരുന്നു. അപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രത്യേക എളുപ്പം പോകേണ്ടി കൊണ്ട് അവർക്കതിനുള്ള അവസരം കിട്ടിയില്ല. മനോഹരമായ കൊയറാണ്. നല്ല രീതിയിൽ മോഹൻ ജോസഫ് അച്ഛൻ നേതൃത്വം കൊടുക്കുന്നു. കൊയറിനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ പത്രപ്രവർത്തകർ മീഡിയയിൽ കൂടിയാണ് ബാബാ തിരുമേനിയെ എല്ലായിടത്തും ഇന്നറിയുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഇവിടെ പറഞ്ഞതുപോലെ 51 വർഷം മുമ്പേ ദിവസത്തിലേക്ക് അദ്ദേഹം വാങ്ങിപ്പോയി. ഒരു 65-70 വയസ്സുള്ളവർക്കൊക്കെ അദ്ദേഹത്തെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ പിതാവിനെ കുറിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ തലത്തിലും ആധ്യാത്മിക തലത്തിലും പാഠപുസ്തകം ഉണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. ആ പരിശുദ്ധ പിതാവിനെ ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം പത്രപ്രവർത്തകർ മീഡിയകൾ കാണിച്ചതായ സ്നേഹത്തിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയകളോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങൾ, വന്നിരായ വൈദികർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ ദൈവനാമത്തിൽ ഇതിനു വേണ്ടി അല്പമായ അധികമായ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ നാമത്തിൽ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറഞ്ഞ ഈ ജൂബിലി സമ്മേളനത്തിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട ശങ്കരത്തിലച്ചനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനം ഏറ്റവും വിജയകരമാക്കുവാൻ പ്രവർത്തിച്ചത് ശങ്കരത്തിലച്ചനോടുകൂടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ബഹുമാനപ്പെട്ട AK ജോസഫുമാണ്. ചരിത്രത്തിന്റെ ഈ ധന്യ മുഹൂർത്തത്തിൽ പങ്കുകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചത് വലിയ നിയോഗമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നന്ദി. കാതോലിക്ക മംഗളഗാനം ഏലിയ കത്തീഡ്രലിലെ കൊയർ ആലപിക്കും. അതിനുശേഷം പരിശുദ്ധ ബാവാ തിരുമേനി ഏവർക്കും ആശീർവാദം നൽകും. അതിനുശേഷം ഏലിയ കത്തീഡ്രൽ അങ്കണത്തിൽ തന്നെ എല്ലാവർക്കും ലഘുഭക്ഷണവും കാപ്പിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ മഹാനായ പ്രധാനമന്ത്രി നെഹ്റുവിനെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനി സ്വീകരിച്ചത് ഈ അങ്കണത്തിൽ വെച്ചാണ്. അദ്ദേഹം കാതോലിക്കയായതും മലങ്കര മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റതും അഭിമന്യ തിരുമേനിമാരെ വാഴിച്ചതും ഏലിയ കത്തീഡ്രലിലെ തിരുമുറ്റത്ത് വെച്ചാണ്. ഈ സുവർണ ചരമ രജത ജൂബിലി ആഘോഷങ്ങളും അതിൻ്റെ സമാപനവും ഈ മണ്ണിൽ വെച്ച് നടക്കുന്നുവെന്നത് വലിയ നിയോഗമാണ്. കാതോലിക്ക മംഗളഗാനത്തിന് വേണ്ടി കൊയറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ നീണ മാർത്തോമാ സിംഹാസനത്തിൽ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈമറിഞ്ഞെത്തി വന്യ പിതാവിന ദീപം കൊളുത്തിനി ആയിരമായി, ദീപം കൊളുത്തിനി ആയിരമായി മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ വീണ
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.